ആഹാ പാറൂട്ടാ ഇതുവരെ എണീറ്റില്ലേ? പാറുവേ, പാറു, പാറുവേ. എനിക്ക് സ്കൂളിൽ പോകണ്ട. സ്കൂളിൽ പോണ്ട, അമ്പലത്തിൽ പോ. എണീക്ക്. നീ സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞില്ലേ? ഇന്ന് ഞായറാഴ്ച അല്ലേ പാറൂട്ടാ? എണീറ്റേ, അമ്പലത്തിൽ പോവാ. പാറു. എന്നാ ഗൗരി? ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞ് അമ്മായി അമ്പലത്തിൽ പോകുമ്പോ വിളിക്കണേ, ഞാനും വരണത്. എന്നിട്ട് ഇപ്പൊ വിളിച്ചിട്ട് എണീക്കില്ല. പാറു, പാറു, പാറു. എനിക്ക് ക്രയോൺസ് ആണ്. ക്രയോൺസ് അതൊക്കെ വാങ്ങിച്ചേരാ. വാ, എണീക്ക്, അമ്പലത്തിൽ പോവാ. பாரு எழுந்திரு பாரு. அவ எழுந்திருக்கிற மாதிரி தெரியல, நீ போயிட்டு வாமா. പാറു ഞാൻ പോണേ. ശരി ചേച്ചി, എന്നാ ഞാൻ പോയിട്ട് വരാം. നീ പോയിട്ട് വാമാ. പാറു, പാറു. സ്കൂളിൽ പോവാൻ വരുന്നില്ല. നീ തൂങ്ങ്. കേസു, നേത്തേക്ക് എങ്ക ഇരുന്ന? ഞാൻ പറഞ്ഞില്ല ആൻറ്റി, വർക്കിന് പോയിരുന്നു. വർക്ക് കഴിഞ്ഞപ്പോൾ ലേറ്റ് ആയിപ്പോയി. എന്താ അമ്മായി ഇങ്ങനെ നോക്കണേ? ഇന്നലെ ഞാൻ നിന്റെ അടുത്ത് എന്തോ പറഞ്ഞു? എത്ര വൈകിയാലും കുഴപ്പമില്ല, കാറ്ററിംഗ് വർക്ക് കഴിഞ്ഞ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞോ? ഓ ഓ ഓ അമ്മ ഇന്നലെ ഭയങ്കരമായിട്ട് ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ അവൻ്റെ ആകാശിന്റെ വീട്ടിൽ പോയി കിടന്നിറങ്ങിയിട്ട്. അന്ന് ഇവിടെ വരാത്തത്? ആകാശിന്റെ വീട്ടിൽ പോണ എന്തിന്? വണ്ടി കിട്ടിയില്ല, അതുകൊണ്ട് വന്നില്ല. അന്ന് വണ്ടി കിട്ടാത്ത? ഇത് എറണാകുളം സിറ്റി അല്ലേ, ഏത് വാതിലേക്കും വണ്ടി കിട്ടുമല്ലോ. എന്തൊരു കഷ്ടം, എന്തൊക്കെ ചോദ്യം ഇത്. ഇതിന് ചോദിക്കണ്ടേ? വണ്ടി കിട്ടിയില്ല, ഞാൻ വന്നില്ല, അത്ര തന്നെ. എന്താ മോളെ? അമ്മ ഇന്നലെ വർക്ക് കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണോന്ന് ഇവന്റെ അടുത്ത് ഞാൻ പറഞ്ഞതാണ്. അമ്മൂമ്മ കാറ്ററിങ്ങിന്റെ പരിപാടി കഴിഞ്ഞപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ബസ്സൊന്നും കിട്ടിയില്ല. ഇങ്ങോട്ടുള്ള ബസ്സൊക്കെ തീർന്നുപോയി. ഞാൻ നേരെ ആകാശിന്റെ വീട്ടിൽ പോയി അവിടെ കിടന്ന്. എടാ, നീ പിന്നെ ആകാശിന്റെ വീട്ടിൽ എങ്ങനെ പോയത്? അവന്റെ വണ്ടി പോയി. പിന്നെ അവന്റെ അടുത്ത് ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞ പോരായിരുന്നോ? അവന് പിന്നെ അവന്റെ വീട്ടിൽ പോണ്ടേ? ആഹാ, അപ്പൊ നിനക്ക് നിന്റെ വീട്ടിൽ വരണ്ടേ? എന്റെ അമ്മായി അവന്റെ വീട്ടിൽ ആപ്പാട് അവന്റെ അമ്മയും അവന്റെ അമ്മൂമ്മയും മാത്രം ഉള്ളായിരുന്നു. പിന്നെ ഇവിടെ വേറെ ആരുണ്ടോ? ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. എടാ, ഇന്നലെ അപ്പുറത്തെ വീട്ടിൽ കള്ളം കയറിയെന്ന്. അപ്പുറത്തെ വീട്ടിൽ കള്ളം കയറിയത് ഞാൻ എന്തിനാണ്? ഇവിടെ അല്ലല്ലോ കയറിയത്. എടാ, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആര് ഉത്തരവാദിത്തം പറയും? ഒന്നാമത് ചേച്ചി ഇവിടെ ഇല്ല, ചേട്ടൻ ഇവിടെ ഇല്ല. ഓ, അപ്പൊ ഉത്തരവാദിത്തം പറയാനാണോ ഞാനിവിടെ വേണ്ടത്? നീ പറഞ്ഞു നാളെ ഒരു ദിവസം പറഞ്ഞിട്ടല്ല ഭയങ്കര പുരുഷനാണ് നീയാണ് വീട്ടിലെ ഗ്രഹനാഥൻ എന്നൊക്കെ. അതവിടെ പോയി. എവിടെ പോയെന്നാ? അങ്ങനെ ഞാൻ പറഞ്ഞതെല്ലാം കൂടെ അവസാനം എന്നെ ചേര കിട്ടിയിട്ട് വായിൽ തുണിയും തിരുവിട്ട് പോയാ സൂപ്പർ വുമൻസ് എല്ലാം കൂടെ. അങ്ങനെ ഇപ്പൊ കള്ളം വന്നാൽ സൂപ്പർ വുമൻസ് എല്ലാം കൂടെ ഇടിച്ചാൽ ഒതുക്കിയാ മതി. ആണുങ്ങൾ വേണ്ടല്ലോ. എടാ, കൊള്ളും എല്ലാരും കൂടെ ഒരുമിച്ച് കൊള്ളണ്ടേടാ കേശു. നോക്കി ഇരിക്കത്തേ ഉള്ളൂ, കൊള്ളും എല്ലാം ഒരുമിച്ച് കൊള്ളാനായിട്ട്. എന്തോന്ന് കേശു? ഈ അമ്മായി പറഞ്ഞിടത്തൊന്നും ഞാൻ പണിക്കല്ല പോയത്. കണ്ട അമ്മ, എന്തോ കള്ളത്തിനുണ്ട് ഇവന്. ഞാൻ ഇത് കണ്ടുപിടിക്കോടോ, നോക്കിക്കോ. ഓ ഉണ്ട്, എനിക്ക് കള്ളത്തിനുണ്ട്. കണ്ടുപിടി. വലിയ ഷെർലക് ഹോംസ് ആണല്ലോ, കണ്ടുപിടിക്കും. ഓ, കണ്ടുപിടി. നിനക്ക് വീട്ടുകാരോട് ഒരു സ്നേഹവും ഇല്ല. ഇല്ല, എനിക്ക് വീട്ടുകാരോട് സ്നേഹമില്ല, അമ്മയുടെ അമ്മൂമ്മയുടെ ആരോട് സ്നേഹമില്ല. പോരെ കേശു, ഒന്ന് അടങ്ങ്. നീ ഒന്ന് അടങ്ങ്. നീ എന്തോ ഇത്ര ദേഷ്യപ്പെടുന്നേ? അല്ലാതെ പിന്നെ ഒരുത്തൻ കഷ്ടപ്പെട്ട് പണി കഴിഞ്ഞ് വേറെ വന്റെയോ വീട്ടിൽ കിടന്നുറങ്ങി ഇങ്ങോട്ട് വന്നപ്പോ വീട്ടില് സമാധാനമില്ല. ഏവന്റെ വീട്ടിൽ ചെന്ന് കിടക്കാതെ ഇങ്ങോട്ട് വന്ന് കിടക്കാനാണ് നമ്മൾ പറഞ്ഞത്. ഗൗരി, இப்படி சண்டை போட்டுட்டு கோவில்ல போனா எப்படி? நீ போயிட்டு வாமா. അയ്യോ, മോളെ അമ്പലത്തിൽ പോവാണോ? അമ്പലത്തിൽ പോണ്. അയ്യോ മോളെ, ഞാനും കൂടെ വരുന്നു. അയ്യോ അമ്മ, ഇപ്പം തന്നെ നല്ല ലേറ്റ് ആയി. ഞാൻ പാറുവിനെ വിളിച്ചോണ്ടെന്നാ ഇപ്പൊ ഇവനെ കണ്ടത് ഇവന്റെ കൂടെ അടിയുണ്ടാക്കി. മക്കളെ, ഞാൻ എളുപ്പം ഡ്രസ് മാറിട്ട് വരാം. അമ്മ, അമ്മ വരുമ്പോ നല്ല ലേറ്റ് ആവും. അമ്മ ഒരു പൂജ പറഞ്ഞിട്ടുണ്ടമ്മ, നട അടയ്ക്കും. ചെല്ലി പെട്ടെന്ന് പോയിട്ടോ. അയ്യോ അമ്പലത്തിൽ പോകാൻ പറ്റിയോ കോലം. നിനക്കുള്ളതേ ഞാൻ തിരിച്ചു വന്നിട്ട് തരാം. തിരിച്ചു വരണ്ട, ഇപ്പൊ തന്നെ വന്നിട്ട് പോ. കോവില്ല പോ, அதுதான் நல்லது. அமைதி, போ. என்ன கேசு, கொஞ்சம் அடங்கு. ഞാൻ അടങ്ങണമെന്നല്ലേ? എന്താ ഞാൻ ചൂടായൊന്നുമല്ല. വീട്ടിൽ വന്ന് കേറിയപ്പോ തന്നെ രാവിലെ ഭയങ്കര സീനെന്ന്. വാ, ഞാൻ വിളിക്കാം. ഞാൻ ഒട്ടും നല്ല മൂടിയല്ല. അമ്മായി, അമ്മായി, അമ്മായി. കേശുടാ, അമ്മായി കണ്ട? ഏട്ടാ, എന്താടി അമ്മായി കണ്ട? എന്തിനാ ചേട്ടനെന്തിനാ എന്റെ അടുത്ത് ചൂടാവുന്നെ? ഞാൻ നിന്റെ ചൂടായൊന്നുമല്ല, നീ ഒന്ന് പോയ വേറു. ചേട്ടാ, ഇന്നലെ രാത്രി അമ്മായി എന്റെ അടുത്ത് പറഞ്ഞതാ കൊണ്ടുപോവാ അമ്പലത്തിലെന്ന്. എന്നിട്ട് കൊണ്ടുപോയോ? ഇല്ല, അമ്മായിയെ കാണാനില്ല. പാറു, നീ എഴുந்திരിച്ചിയാ?
കനകാന്റി എന്നെ കൂട്ടാതെ അമ്മായി അമ്പലത്തിൽ പോയോ? ஆமா போனாங்க. உன்னை எவ்வளோ வாட்டி கூப்பிட்டோம் தெரியுமா? அப்ப நீ தூக்கத்துல கிரையோன்ஸ் வேணுமாம், ஸ்கூல்ல போண்டாமாம், என்னெல்லாம் சொன்ன நீ. എന്നെ വിളിച്ചില്ല. എന്നാ പിന്നെ ഞാൻ കേക്കണ്ടേ? கூப்பிட்டாங்க, நான் கேரண்டி. എന്തായാലും ഞാൻ കേട്ടില്ല. நீ கேட்கல, அவ்வளோதான். ஆனா என் முன்னாடி தான் அவ கூப்பிட்டா. പാറു, ഞാൻ ഇവിടെ വന്നപ്പോ മക്കൾ കിടന്ന് നല്ല ഉറക്കം. അമ്മായി ആണെങ്കിൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഒരുങ്ങി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്മായി അങ്ങ് പോയി. എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് അമ്മായി വിളിച്ചിട്ടില്ല. അതിന് മുമ്പ് വിളിച്ചൊന്നും എനിക്ക് തോന്നുന്നില്ല. கேசு, நான் கேரண்டி, என் முன்னாடி தான் கூப்பிட்டாங்க, நீ சொல்றது போய். പറഞ്ഞു വിളിച്ചിട്ടില്ല. വിളിച്ചാ നിനക്ക് ഓർമ്മയുണ്ട്? നീ കേട്ടാ? ഇല്ല, ഞാൻ കണ്ടില്ലേ. കൊച്ചു തന്നെ പറഞ്ഞു. പിന്നെന്തര്? தூக்கத்துல அவ எப்படி கேப்பா? തൂക്കത്തിലൊക്കെ ഞാനൊക്കെ കേൾക്കും അല്ലേ? ഇത് മനഃപൂർവ്വം അമ്മായി പാറുവിനെ ഒഴിവാക്കി പോയത് തന്നെ. ആ പാവം പാറു എന്തോരം ആഗ്രഹിച്ചതാ. ആ താണ്ടി നിന്നെ അമ്പലത്തിൽ കൊണ്ടുപോകാതെ പോയ അമ്മായി വന്നു. എണീറ്റാ പാറൂട്ടാ? അമ്മായി അമ്മായി എന്നെ കൂട്ടാതെ അമ്പലത്തിൽ പോയാ? ഞാൻ എത്ര തവണ വിളിച്ചെന്നറിയാമോ? നീ എണീറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് പോയത്. എന്നെ വിളിച്ചില്ല. വിളിച്ചായിരുന്നെങ്കിൽ ഞാൻ കേൾക്കത്തില്ലായിരുന്നോ? ഞാൻ വിളിച്ചതാ പാറു. ഇതാ കനകാന്റെ അടുത്ത് ചോദിച്ചു നോക്ക്. நான் இருந்த அம்மாயி கூப்பிடும் போது ഇല്ല, കനകാന്റി അമ്മായിയുടെ സൈഡാ. பாரு, எவ்வளவு வாட்டி சொன்னாலும் புரியாதா? കേശോടൻ പറഞ്ഞല്ലോ. കേശു എന്തു പറഞ്ഞു? എന്നെ വിളിച്ചില്ലെന്ന് അമ്മായി. നീ അങ്ങനെ പറഞ്ഞാടാ? ആ പാറു, എന്തായാലും ഞാൻ രാവിലെ കയറി വന്നപ്പോ അമ്മായി അമ്പലത്തിലോട്ട് പോവാൻ വേണ്ടി ഇറങ്ങണ്. നീ അവിടെ കിടന്ന് ഉറങ്ങണ്. എന്തായാലും അമ്മായി വിളിച്ചിട്ടില്ല. ഡേടേ, രാവിലത്തെ ദേശം വെച്ച് നീ കളിക്കല്ലേ. ഞാൻ രാവിലത്തെ ദേശം ചന്ദ്ര കളിച്ചെന്ന് ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞേ. ആ, നീ ഉള്ള കാര്യം അങ്ങനെ പറയണ്ട. ഉള്ള കാര്യം പറയണ്ടെന്ന്. സത്യത്തിന് വിലയില്ലേടേ. അമ്മൂമ്മ, എന്തൊരു ബഹളമാ! ഇതൊന്നും നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ രണ്ടുകൂടെ കണ്ടു കഴിഞ്ഞ ഉടനെ ഇപ്പൊ തുടങ്ങുമല്ലോ അങ്ങ്. അമ്മൂമ്മ അങ്ങനെ പറയരുത്. അമ്മൂമ്മ പാവം പിടിച്ച കൊച്ചിന്റെ മുഖത്തോട്ടൊന്ന് നോക്കിയേ. മുഖം കാണിച്ചു വിടറാ. കണ്ടാ വിഷമിച്ചിരിക്കണണ്ട. എന്തോരം ആഗ്രഹിച്ചിരുന്നറിയാതെ എന്നെ ഒന്ന് അമ്പലത്തിൽ കൊണ്ടുപോകുന്ന ഇത്രയും ആശിച്ച് ചോദിച്ചിട്ട് രാവിലെ കൊണ്ടുപോയില്ല ഈ ദുഷ്ട. അമ്മ, ഞാൻ രാവിലെ അമ്പലത്തിൽ പോകാൻ നേരത്തെ ഇവിടെ 100 പ്രാവശ്യം വിളിച്ചാണ്. അവൾ ഉറക്കത്തിലായോണ്ട് കേട്ടില്ല. അതിനാണ് ഇവൻ വഴി തിരിച്ചു വീണത്. ഞാൻ വഴിതിരിച്ചു വിടുന്നതാ. എന്റെ അമ്മ ഇങ്ങനത്തെ നട്ടാ കുരിക്കാത്ത കള്ളം പറഞ്ഞു കേട്ടാ. കൊച്ചിന്റെ മോൻ നോക്കിയിട്ട് എങ്ങനെ പറയാൻ തോന്നുന്നു? ആ, അങ്ങനെയാണ് ഞാൻ മനഃപൂർവ്വം കൊണ്ടുപോകാത്ത തന്നെ. കേട്ടാ പാറു, നീ അമ്മായി പറഞ്ഞു കേട്ടാ. അമ്മായിയുടെ വായും തന്നെ വീണ്. നിന്നെ മനഃപൂർവ്വം കൊണ്ടുപോകാത്ത തന്നെന്ന്. എന്തായാലും പാറു മോളെ, നമുക്ക് വൈകിട്ട് പോവാം. വേണ്ട, നമുക്ക് പോവാ. ഞാൻ അമ്മായി കൊണ്ടുപോവാ. വേണ്ടാന്ന്. അങ്ങനെ പറയല്ലേ പാറൂട്ടാ. എന്നാ പ്രസാദം കഴിക്കുന്ന. വേണ്ട, പ്രസാദം കഴിക്ക് പാറൂട്ടാ. എനിക്ക് വേണ്ടാന്ന്. നമ്മ കഴിയമ്മ. വേണ്ട മോളെ, പിന്നെ കഴിച്ചോളാം. അമ്മ കഴിയമ്മ. പിന്നെ കഴിക്കാം മക്കളെ. പ്രസാദമല്ലേ അമ്മ, കഴിക്കും. അയ്യോ, ഞാൻ അടപ്പിൽ ഒരു സാധനം വെച്ചിരുന്നു, അതിപ്പോ കരിഞ്ഞു കാണും. എവിടെ പോണു? വാലത്തോങ്ങി ഇതെടുത്ത് കഴിക്കണേ. ഹലോ, ആ ആണ്ടകത്തിനുള്ള ശത്രു സംഹാര പൂജ. പാറേ, കൂടെ നിൽക്കൂ. അമ്മായിക്കിട്ടുള്ള പണിയാണ്. അതെ, എന്നാ പിന്നെ ഉറപ്പായിട്ടും കൂടെ നിൽക്കും. പാറുവേ, മകളെ കട്ടയ്ക്ക് കൂടെ പിടിച്ചോണം കേട്ടല്ലേ. മുമോ, അമ്മമ്മ, മുമോ. ഓ, അമ്മമ്മ. ആ എന്താക്കളെ? എന്താ അമ്മൂമ്മ കഴിച്ചായിരുന്ന? എന്തോന്ന്? ഗൗരിയമ്മായി അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദം, പഴം, അത് കഴിച്ചായിരുന്ന? ആ കഴിച്ചല്ലോ, നീ കണ്ടല്ലേ അത് കഴിക്കുന്നേ? ഇറക്കിയ? ആ എന്താ ഇറക്കുന്നതിന് എന്തുവാ? തുപ്പില്ലേ? ഇല്ല. പറഞ്ഞേട്ടോ അമ്മൂമ്മ ഇറക്കിയെന്ന്. ഇറക്കിയാ? എന്തുവാടാ കാര്യം പറ. കഷ്ടാവൂല്ലോ അമ്മൂമ്മ. എന്തുവാ? അമ്മൂമ്മ അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞില്ലേ? ആ, എന്നെ ഇവിടെ കൊണ്ടുപോകുന്ന ഗൗരി അമ്മായി അടുത്ത് ചോദിച്ചില്ലേ? ആ ചോദിച്ചു. അമ്മായി കൊണ്ടുപോയാ? അല്ല, അത് നടയടയ്ക്കുമെന്ന് പറഞ്ഞു, സമയം പോയി, അതുകൊണ്ട് വൈകിട്ട് പോവാന്ന് പറഞ്ഞു. നാടേടാ, അത് ചുമ്മാ പറയണല്ലേ. ഇല്ലേ, വേറൊരു കാര്യം, എവളെ വിളിച്ച? ആ വിളിച്ചു. വിളിച്ചെന്നാണല്ലോ എല്ലാരും പറയുന്നത്. അങ്ങനെ വിളിച്ചെങ്കിൽ നമുക്ക് റെഡിയാവാൻ ഒരു സമയം വേണ്ടേ? വേണം.
വേണമല്ലോ ആ സമയം അമ്മൂമ്മയ്ക്ക് അന്നൂടി. എടാ അത് പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചങ്ങ് പോയി എന്നുള്ളതേ ഉള്ളൂ. അതിനെന്തോ ഇത്ര കാര്യം? പെട്ടെന്ന് പോകാന്ന് വെച്ച് പോയെന്നുള്ളതല്ലേ? അമ്മൂമ്മയെ കൊണ്ടുപോകാത്തത് പെട്ടെന്ന് നടയടയ്ക്കും എന്നുള്ളതുകൊണ്ട് പോയെന്നാണ് ഇപ്പോഴും വിശ്വസിച്ചോണ്ടിരിക്കണേ. അന്ന് വൈകിട്ട് കൊണ്ടുപോകാന്നും പറഞ്ഞല്ലോ. വൈകിട്ട് കൊണ്ടുപോയിട്ട് എന്താ കാര്യം? ഒരു കാര്യം ഞാൻ കാണിക്കാം. ഇതെന്ത്? അതൊരു കള്ളാസ്. ഇത് നിങ്ങൾക്കൊക്കെ വെറും ഒരു പേപ്പറായിരിക്കും. ഇത് പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മൂമ്മയുടെ ജീവിതമാണ്. എന്തുവാടാ കാര്യം പറ. ഇത് ഗൗരി അമ്മായി രാവിലെ പോയ അമ്പലത്തിലെ റെസിപ്റ്റ്. അതിനെന്തുവാ? ഈ റെസിപ്റ്റ് കഴിപ്പിച്ചേക്കണ പൂജ എന്തെന്നു ആയിരി? ശത്രു സംഹാര പൂജ. അതെന്തോ ശത്രു സംഹാര പൂജ നടത്തേനെന്തുവാ? അമ്മൂമ്മ ഇത് പിടികിട്ടണില്ല. ഇല്ല. അമ്മൂമ്മ ഗൗരി അമ്മായിക്ക് എവിടുന്നാണ് ഇത്രയും ശത്രുക്കള്? അവക്ക് ശത്രുക്കളൊന്നും ഇല്ലല്ലോ. ഒന്നുമില്ലല്ലോ. ഇല്ല. പക്ഷെ ഞങ്ങളുടെ അറിവില് ഗൗരി അമ്മയ്ക്ക് ഒറ്റ ശത്രുണ്ട്. അതാരാ? അമ്മൂമ്മ എനിക്കത് അമ്മൂമ്മയുടെ മുഖത്ത് നോക്കി അങ്ങനെ പറയാൻ പറ്റില്ല. പാറുവേ പറഞ്ഞു വിട്ര. അമ്മൂമ്മ അമ്മൂമ്മ. ഞാനോ? ആ ഞാനെങ്ങനെ അവിടെ ശത്രുവാകുന്നേ? കേശടാ പറഞ്ഞോട്. ഞാനവിടെ ഭർത്താവിന്റെ അമ്മയില്ലയോ? പോരേ, ആ ഒരൊറ്റ കാരണം പോരേ. ഈ ഭർത്താവിന്റെ അമ്മ എന്ന് പറഞ്ഞ ആരാ? ആരാ? അമ്മായിയമ്മ. മരുമക്കളുടെ ഏറ്റവും വലിയ ശത്രു ആരാ? ആരാ? അമ്മായിയമ്മ. ഇതൊക്കെ ഞാൻ പറഞ്ഞു എന്തൊരു അമ്മൂമ്മയത് എങ്ങനെ ചേച്ചി? ഗൗരി അങ്ങനൊന്നും ചെയ്യത്തില്ലടാ. പിന്നെ ഇതെന്തോ ചെയ്ത് വെച്ചേക്കുന്നേ? ഒന്നും ചെയ്യത്തില്ല പോലും. ചേട്ടോ ശരി അമ്മൂമ്മ അതെല്ലാം വിട്. അമ്മൂമ്മ ഗൗരി അമ്മായി അമ്പലത്തിൽ നിന്ന് പ്രസാദം കൊണ്ടുവന്നു പഴം അമ്മൂമ്മ എടുത്ത് തിന്നാൻ പറഞ്ഞ? പറഞ്ഞു. അമ്മൂമ്മ ആദ്യം എന്ത് പറഞ്ഞേ? ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെന്ത് പറഞ്ഞേ? ഞാൻ പിന്നെ കഴിച്ചോളാന്ന് പറഞ്ഞു. അപ്പൊ സമ്മതിച്ചോ? ഇല്ല, എനിക്ക് വായി വെച്ച് തന്നു. വായി കുത്തിക്കയറ്റി തന്നു അങ്ങനെ പറയണം. പാറുവിന്റെ അടുത്ത് വേണോന്ന് ചോദിച്ചു. അവൾ എന്തോ ആദ്യം പറഞ്ഞേ? വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ നിർബന്ധിച്ചോ? ഇല്ല. കനകാന്റെ അടുത്ത് ചോദിച്ചോ? നിർബന്ധിച്ചോ? എന്റെ അടുത്ത് ചോദിച്ചോലും ഇല്ല. കാരണം എന്താ? ഞങ്ങൾ ആരും അതിൽ കഴിച്ചിട്ട് വലിയ ഗുണമൊന്നുമില്ല. പക്ഷെ അമ്മൂമ്മ കഴിക്കണം. ഈ പൂജ ചെയ്ത് കിട്ടുന്ന പ്രസാദം ആ ആള് തന്നെ കഴിച്ചാലേ ഫലം ഉണ്ടാവുള്ളൂ. ഏയ് അങ്ങനൊന്നും ഇല്ലടാ. ആറുവേ അമ്മൂമ്മ നമ്മൾ പറഞ്ഞ കേട്ടിട്ട് വിശ്വസിക്കുന്നില്ല. എന്നാ പിന്നെ അമ്മായിയെ വിളിച്ച് ചോദിക്കട്ടെ. അത് തന്നെ അമ്മൂമ്മ അമ്മായി വിളിച്ച് ചോദിച്ചേ. ഗൗരി, ഗൗരിയേ, ഗൗരി. എന്തമ്മ? നീ ഇന്ന് അമ്പലത്തിൽ പോയി ശത്രു സംഹാര പൂജ നടത്തിയായിരുന്നോ? നടത്തി. അതിന്റെ പ്രസാദമല്ലേ അമ്മ കഴിച്ചത്. നീ എന്തിനാ ഇന്ന് ശത്രു സംഹാര പൂജ നടത്തിയത്? ചോദിക്കാതിരിക്കണ്. അമ്മൂമ്മ തകർക്കായി ഇതൊക്കെ ചോദിക്കണ അല്ല പറു. അത് തന്നെ. നീ വായത്തോണ്ട് വിളിച്ചു പറയണ? ഞാൻ വായത്തോണ വിളിച്ചു പറയണ? നീ തന്നെ. എന്നാലും പൊന്നമ്മായി അമ്മയെ പോലെ കാണണം പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ട് പണി വെക്കും നമ്മൾ വിചാരിച്ചില്ല കേട്ടാ. ഇങ്ങനെ എന്തോ നീ പറയണ? നീ അമ്മൂമ്മയുടെ ഭാവിന് എന്താവോ എന്തോ. പാറുവേ ഇവൻ പറയണ കേട്ട് അതിന്റെ വായ പിടിച്ച് തൂങ്ങല്ലേ നീ. അമ്മയ്ക്ക് തോന്നണ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് പറ. അമ്മയ്ക്ക് തോണ? ഏയ് ഗൗരി അങ്ങനൊന്നും ചെയ്യത്തില്ല. നിനക്ക് വെറുതെ തോന്നുന്നതാ. അവൾ അങ്ങനൊന്നും ചെയ്യത്തില്ല. കേശു നമ്മളെ രണ്ടുപേരും തമ്മിൽ അടുപ്പിക്കാനാണ് നിന്റെ പരിപാടിയെങ്കിൽ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാ മതി. ഓ അപ്പോ നമ്മൾ പറയണമെന്ന് അമ്മൂമ്മയ്ക്ക് വിശ്വാസമില്ല. അമ്മായിമ്മയും മരുമോളും ഒരു സെറ്റ് അല്ലേ? അതെ. അമ്മൂമ്മ ഒരു കാര്യം ആലോചിച്ചാണ്. വിശപ്പാമ്പിനാണ് അമ്മൂമ്മ പാല് കൊടുത്ത് വളർത്തണം. കേശോട്ടാ അമ്മൂമ്മ എനിക്കല്ലേ പാല് വരുന്നേ? പാറു വന്ന് ഏറ്റില്ല ചീറ്റിപ്പോയി അടുത്തോണ്ട് പിടിക്കാം. ഗൗരി ഓടിവാ. ഗൗരി അമ്മയുടെ കൈ മുറിച്ചത്. ഗൗരി ഓടിവാ. എന്താ അമ്മ? അയ്യോ ഇതെങ്ങനെ മുറിഞ്ഞ്? പച്ചക്കറി അറിഞ്ഞതാ. കുഴപ്പമൊന്നുമില്ല. ശ്രദ്ധിക്കണ്ടേ അമ്മ? കഴുകാം. വേണ്ട നീറും. നീറോന്ന്? അമ്മ കഴുകിട്ട് കുറച്ച് മഞ്ഞപ്പൊടി വെക്കാം. കുരുമുളക് കൂടെ വെക്കണം. എന്നാ കുറച്ച് കായപ്പൊടി കൂടെ ഇട്ട് രസം ഉണ്ടാക്ക്. എന്തോ നീ അമ്മ വാമ കഴിവ ഇങ്ങനെ പിരിക്കാവോ ചേച്ചി? മാറ്റ്. കൈ മുറിഞ്ഞണോ? ഇത് ചെറിയ മുറിവ്. പക്ഷെ ബ്ലഡ് പോണു. ഉച്ചയായോണ്ടേ. ഉച്ച സമയമല്ല അതുകൊണ്ടാണ് ബ്ലഡ് കാത്ത്. കൈ എടുത്ത് കഴുകുക എന്തെങ്കിലും ചെയ്യും. അതെ കഴുകണം. നീറും കൊച്ചേ. വേണ്ട കഴുകാം അമ്മ. വാ ചേച്ചി ഇങ്ങനെ ഇട്ട് ഇതാക്കല്ലേ.
കൈ മുറിഞ്ഞല്ലേ? ഇത് ഫലം കണ്ടു തുടങ്ങി. എന്തോന്ന് ഫലം കണ്ടു തുടങ്ങിയെന്ന്? എന്തോന്ന് ഫലം കണ്ടു തുടങ്ങിയെന്ന്? ശത്രു സംഹാര പൂജ ഫലം കണ്ടു തുടങ്ങി. കേശു വായത്തോണോരൊന്ന് വിളിച്ച് പറയല്ലേ നീ? ഞാൻ വായത്തോണം വിളിച്ചു പറയണെന്നാ അമ്മായി? ഇതെന്തോന്ന് പിന്നെ നോക്ക്, ഇതെന്തോന്ന് ഇത്? എടാ അത് കൈ മുറിഞ്ഞ് ഞാൻ ചെയ്തേന്. അമ്മായി എന്ത് ചെയ്തെന്നാ? അമ്മായി ചെയ്തതൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ അമ്മായി. അമ്മൂമ്മ കേക്കണം, മാറങ്ങോട്ട്. അമ്മൂമ്മ കേക്കണം. ഞങ്ങളുടെ കോളേജിൽ ഒരുത്തൈ ശത്രു സംഹാര പൂജ അവിടുത്തെ ഒരു പ്രൊഫസറിനെതിരെ ചെയ്ത് 2 ദിവസം, 2 ദിവസത്തിനുള്ളിൽ അങ്ങനെ പണി പോയി. പണ്ടത്തെ പോലെ ഒന്നും ഇപ്പൊ ഈ ശത്രു സംഹാര പൂജ ഒക്കെ ഭയങ്കര ഫാസ്റ്റാ, ടെക്നോളജി അല്ലേ? കേശുവേ, എന്റെ ഗൗരി, നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്ത്? എന്റെ പൊന്നമ്മ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല. അമ്മൂമ്മ കറക്റ്റ് കാര്യം ഞാൻ പറയാം. അമ്മൂമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടുക്കളയിലോട്ട് വിളിച്ചിട്ട് പറയൂലേ, പണിയെട്, അതെട്, ഇതെടുന്ന് പറഞ്ഞിട്ട് അമ്മൂമ്മ വഴക്ക് പറയൂ. ഇഷ്ടമല്ല. എന്നോട് ഇന്നലെ പറഞ്ഞ്, എന്നോട് മാത്രമല്ല പാറു, നീ കേട്ടില്ലേടി? ഞാനും കേട്ടായിരുന്നു. അമ്മായി എന്തായാലും അമ്മൂമ്മ എടുത്ത് ഇങ്ങനെ വേണ്ടായിരുന്നു. എന്റെ പൊന്നമ്മ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഈ പിള്ളേർ ഓരോന്നും വെറുതെ പറയണേ. പിന്നെ നീ എന്തിനാ ശത്രു സംഹാര പൂജ നടത്തിയേ? അത് പിന്നെ കണ്ട വിൽക്കണ്ട, ഉത്തരവില്ല. എടാ, ഞാൻ ഹോട്ടലിന്റെ പേര് നടത്തിയടാ. ഇതുവരെയായിട്ടും തുറക്കാത്ത ഹോട്ടലിന് എവിടെ നമ്മ ഈ ശത്രുക്കൾ? എടാ, നമുക്ക് അറിഞ്ഞൂടല്ലോ ശത്രുക്കൾ ഉണ്ടോ ഇല്ലേന്ന്. ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, ശത്രുക്കൾ ഉണ്ടോ ഇല്ലെന്ന്. ഇനിയിപ്പൊ അമ്മൂമ്മയോ മരുമോളും തമ്പി എന്തരാന്ന് വെച്ചാ ആയിക്കോ, എനിക്ക് അറിഞ്ഞൂടാ. ബാ മക്കളെ പാറു, നമുക്ക് പോവാ. അമ്മ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ നോക്കിട്ടോ. വേണ്ട, നീ നോക്കണ്ട. നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത്? ഞാൻ നിന്നോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ചുമ്മാതല്ല നീ എന്നെ അമ്പലത്തിൽ കൊണ്ടുപോകാതിരുന്നത്. അയ്യോ അമ്മ, അങ്ങനെയൊന്നും ഇല്ല. അമ്മ ഇത് വളച്ചൊടിക്കല്ലേ. ഇത് അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ കൊണ്ടുപോകാതിരുന്നത് മനഃപൂർവ്വം. കണ്ട ചെറുക്കാൻ എന്നോട് ദേഷ്യപ്പെടുന്നത്. ഇനിയിപ്പൊ സത്യം പൊളിച്ച് പറയുന്നവർക്കല്ലേലും പണ്ട് മുതലും വിലയില്ലല്ലോ. അമ്മ ഇതൊന്നും കേട്ട് വിശ്വസിക്കല്ലേ അമ്മ ഞാൻ നോക്കട്ടെ. വേണ്ട, എനിക്കറിയാം എന്തോ ചെയ്യണമെന്ന്. ഞാൻ ആ ജോത്സ്യനെ ഒന്ന് വിളിക്കട്ടെ. ഇതിന് പരിഹാരക്രിയ എന്തെങ്കിലും കാണണമല്ലോ. എന്റെ പൊന്ന് കനകേച്ചി, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ஐயோ எனக்கு தெரியும்ல நீ அப்படியெல்லாம் பண்ண மாட்டேன்னு. ഇതാ പാറും കേശും കൂടെ എനിക്കിട്ട് വച്ച പണിയാണ്. அது கரெக்ட். நீ காலையில கேசுவ திட்டினேல, அதுக்கு அவன் பழி வாங்குறான். ഇനി അമ്മ എന്ത് പറഞ്ഞു മനസ്സിലാക്കും? എന്റെ കാലക്കേടിനാണെങ്കിൽ കയ്യും മുറിഞ്ഞു. ഇനി ഞാൻ പൂജ ചെയ്യുന്നോണ്ടാണെന്നല്ലേ അമ്മ വിശ്വസിക്കുള്ളൂ. கௌரி, நீ வருத்தப்படாத. அம்மாவை சொல்லி புரிய வைக்கிறதுக்கு என்கிட்ட ஒரு ஐடியா இருக்கு. എന്താ ഐഡിയ? അല്ല, എവിടൊക്കെയോ പോയിട്ട് ഉറക്കം വെച്ചിട്ട് വന്നേക്കുവോ? അമ്മായി എന്തോ ബാഗൊക്കെ തൂക്കി. ഞാൻ പോണു. നീ എവിടെ? എങ്ങോട്ടെങ്കിലും പോണു. എല്ലാരോടും പറഞ്ഞേക്ക് ഞാൻ പോയെന്ന്. എവിടെ പോയെന്ന് പറയണം. എങ്ങോട്ടെങ്കിലും പോയെന്ന് പറഞ്ഞാ മതി. അമ്മായി ശരിക്കും പറഞ്ഞാണോ? ശരിക്കും പറഞ്ഞതാ. ഞാൻ മിസ് ചെയ്യും പാറു. നന്നായിട്ട് പഠിക്കണേ. ഞാൻ പോയെന്ന് പറഞ്ഞാൽ മതി. കേശവൻ എണീക്കുമ്പം കേശവനോടും പറഞ്ഞേക്ക്. അമ്മായി, ഏട്ടാ, ബാഗൊക്കെ തൂക്കി അമ്മായി പോയി. ഏതമ്മായി? നമ്മുടെ അമ്മായി. ബാഗ് തൂക്കി എങ്ങോട്ട് പോയെന്ന് എന്തോന്നറിയ പറഞ്ഞു? എനിക്ക് ഒന്നും കൊണ്ട് ക്ലിയർ ആയില്ല, ഒന്നുകൂടെ പറയൂ. നമ്മുടെ അമ്മായി ബാഗൊക്കെ തൂക്കി എങ്ങോട്ടാ പോയി? ഡേയ് പാറു, കളി സീരിയസ് ആയ? സീരിയസ് ആയെന്നല്ല, സീരിയസ് ആയി. എടി അമ്മായി ഇവിടുന്ന് പോയാൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല കൊച്ചേ. അമ്മായി, അമ്മായി, അമ്മായിയേ, 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 അമ്മായി, എവിടെ? ആ അമ്മായിയേ, ഗൗരമ്മായി, ഗൗരമ്മായേ, അമ്മായി, അമ്മായിയേ, അമ്മായിയേ, എവിടെ? ആന്നോ? നീ അല്ലേ പറഞ്ഞ പുറത്തോട്ടിറങ്ങി വന്നെന്ന്? അമ്മായിയേ, നീ അല്ലേ പറഞ്ഞ പുറത്തോട്ടിറങ്ങി വന്നെന്ന്? എന്നിട്ടിപ്പൊ അമ്മായി എവിടെ? മിക്കവാറും വണ്ടി വിളിച്ചിട്ടിട്ടായിരിക്കും ഇറങ്ങി അങ്ങനെ തന്നെ പോയി കാണും. അമ്മായി, എക്കോ എന്റെ വിളിക്കുമ്പോ കൂടെ വിളിക്കാനായിട്ട് ചിരിക്കണോ നീ? അമ്മായി ഇറങ്ങി പോയേക്കണ്. കുട്ടുമാമ വിളിച്ചിട്ട് എന്റെ ഭാര്യ എവിടെ ചോദിച്ചാൽ നമ്മൾ എന്തോ പറയും?
അച്ഛൻ വിളിച്ചിട്ട് ചോദിച്ചാ എന്താ പറയാ, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ആരുടെ ഐഡിയ എന്ന് ചോദിച്ചാ നിന്റെ ഐഡിയ എന്ന് പറയട്ടാ. കേശു ചേട്ടാ. ഓ, അതിന് മാത്രം കേസിച്ചട്ട, ബാക്കി എല്ലാത്തിനും സെറ്റ് കൂടുണ്ട്. ഇത് എന്തുവാടാ രണ്ടും കൂടെ കിടന്ന് വിളിച്ചു ഊന്നേ? എന്താ അമ്മൂമ്മ? എന്താ രണ്ടും കൂടെ കിടന്ന് വിളിച്ചു ഊന്നേന്ന്? അമ്മായി പോയി. ആ പോയാ? എങ്ങോട്ടാന്ന് വെച്ചപ്പോട്ടെ, എനിക്കെന്താ വേണം? അയ്യോ അമ്മൂമ്മ അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ എങ്ങനെയാ പറയണ്ടെന്നേ? എന്നെ താർക്കാൻ വേണ്ടി പൂജ ചെയ്തവളെ പിന്നെ ഞാൻ എന്തോ പറയണം? അവിടെയാണ് കോമഡി. അമ്മൂമ്മ പിന്നെ ഇത് ഞാനും പാറും കൂടെ ചെയ്തൊരു പ്രാങ്ക് ആയിരുന്നു. പ്രാങ്കോ? അതെന്തുവാ? അതായത് കറക്റ്റ് പറഞ്ഞാല് ചേട്ടന്റെ ഐഡിയ. നമ്മുടെ ഈ ശത്രു സംഹാര പൂജയില്ലേ, അത് ഗൗരിയമ്മായി അമ്മൂമ്മയെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്തൊന്നുമില്ല. പിന്നെ വേറെന്തിനാ വേണ്ടി ചെയ്തു? அம்மா இப்ப புரியுதா அம்மா? கௌரி உங்களுக்கு எதிரா ஒண்ணுமே பண்ணல, அதெல்லாம் இவங்களோட திருட்டுத்தனம். ആണോടാ? പറ്റിപ്പോയി. എടാ എന്നിട്ട് എന്റെ മോളെവിടെ? മോളെ പോയി, ഇറങ്ങിപ്പോയി. മര്യാദക്ക് രണ്ടും കൂടെ പോയി എന്റെ മോളെ വിളിച്ചോണ്ട് വന്നോണം. എവിടെ അറിയാതെ ഞങ്ങൾ അങ്ങനെ വിളിച്ചോണ്ട് വരും? അതൊന്നും എനിക്കറിയണ്ട, എവിടാ എന്തോന്നൊന്നും എനിക്കറിയണ്ട. പോയി വിളിച്ചോണ്ട് വന്നോണം. നിന്റെ കൂടെ കൂടി എവളും വഷളായി. ചേട്ടാ എന്നെ പറയിപ്പിച്ചപ്പോ സമാധാനമല്ല. എനിക്കൊന്നും കേൾക്കണ്ട, എവിടാന്ന് വെച്ചാ പോയി കൊച്ചിനെ വിളിച്ചോണ്ട് വന്നോണം. എവിടെ പറഞ്ഞോണ്ട് വിളിക്കും? അതൊന്നും എനിക്കറിയണ്ട, എന്നോട് ചോദിക്കാൻ വേണ്ട. പോയി വിളിച്ചോണ്ട് വാ. നോക്കിക്കൊണ്ട് கேசு நில்லு. கௌரி கௌரி. അയ്യോ കുറച്ചുകൂടെ പതുക്കെ വിളിക്കാനാ ഞാൻ ഇപ്പൊ കേക്കും. ഇവിടെ കിടന്ന് കാറ് വിളിച്ച് കേട്ടില്ല, അപ്പോഴാണ് അമ്മായി. ചേട്ടനും അനിയത്തി മുഖത്തോടെ മുഖം നോക്കണ്ട. അമ്മക്ക് ഇപ്പം ബോധ്യായ ഞാൻ അമ്മേരെതിരെ അല്ല ശത്രു സംഹാര പൂജ നടത്തിയെന്ന്? മനസ്സിലായി. ചെറുമക്കൾ ചെയ്തു വെച്ച പണിയാണ്. ഇത് സംഭവേ അമ്മായി പ്രാങ്ക് കളിച്ചാണ്. നമ്മളങ്ങ് ഭയങ്കരമായിട്ട് പേടിച്ചു പോയി, അമ്മായി പോയെന്ന് വിചാരിച്ചിട്ട്. ഇപ്പം സന്തോഷമായി അമ്മായി. സന്തോഷല്ലേ? ഭയങ്കര സന്തോഷല്ലേ? അമ്മായി പോയില്ലല്ലോ. പാറുവേ വാ, ഇത് പാറു വെച്ചേ. എന്തിനാ പിടിച്ചേ? കേശു ഒന്നും പിടിച്ചോടാ, പിടിച്ചോ. എന്താണ് അമ്മായി? ഇതില് നിന്റെ ഡ്രസ്സ്, അതില് പാറുവിന്റെ ഡ്രസ്സ്. എന്തിനെന്നേ ഇനി അമ്മ പറയും. രണ്ടെണ്ണം ഇവിടുന്ന് ഇറങ്ങിക്കോണം. പറഞ്ഞത് കേട്ടില്ലയോ? എന്തുവാ കേട്ടോ? ക്ലിയർ ആയില്ല. ക്ലിയർ ആയില്ല. രണ്ടെണ്ണം കൂടെ ഗേറ്റിന് വെളിയിൽ ഇറങ്ങിക്കോണം. കള്ളത്തരമായിട്ട് വന്നേക്കോ രണ്ടും കൂടെ. വാ മോളെ വാ. ഈ റീകൺസർ ചേട്ടാ, ചേട്ടൻ കാരണം ഞാനും വീട്ടിന്റെ പുറത്തായി. നമ്മൾ എന്ത് ചെയ്യും? ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കരഞ്ഞ് കാല് പിടിച്ചാൽ മതിയടി. ആദ്യമായിട്ട് നിനക്ക് ചില ബുദ്ധിമുട്ടൊക്കെ കാണും. ചേട്ടൻ ചെയ്യണ കണ്ടങ്ങ് ചെയ്തച്ചാ മതി. എത്ര കണ്ടേക്കണ്. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.